ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ഒരു ഈവനിങ് വ്ളോഗാണ്. കൂട്ടത്തിൽ ഒരു ചെറിയ റെസിപ്പിയും കൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. ഇത് വെള്ളിയാഴ്ച ദിവസത്തെ വ്ളോഗാണ്, ഒരു വീക്കെൻഡ് വ്ളോഗ് തന്നെയാണ്. അപ്പൊ നേരെ വ്ളോഗിലേക്ക് പോകാം. വെള്ളിയാഴ്ച ആയിരുന്നോണ്ട് ചേട്ടനൊക്കെ അവധിയാണ്. എല്ലാവരും വീട്ടിലുള്ളതുകൊണ്ട് ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കയറി കിടന്നായിരുന്നു. ആരും ഉറങ്ങിയൊന്നുമില്ല, എന്നാലും ഫോണിലൊക്കെ ഞെക്കിക്കൊണ്ട് കുറച്ച് സമയം ഇങ്ങനെ കിടന്നു. ഇപ്പോൾ ഒരു 4 മണി ആയിട്ടുണ്ട്. അപ്പോൾ ചായ ഇടേണ്ട സമയമായി, അതിനുവേണ്ടി വന്നതാണ്. ഞാനിപ്പോൾ കട്ടൻ ചായയാണ് ഇടുന്നത്. സാധാരണ എനിക്ക് കട്ടൻ ചായ ഇഷ്ടമല്ല, ഞാനങ്ങനെ ഇടാറില്ല. ഇപ്പോൾ കുറേ ദിവസം കൂടി ആയതുകൊണ്ട് ഒന്ന് കട്ടൻ ചായ കുടിച്ചാലോ എന്ന് ആഗ്രഹം തോന്നിയിട്ട് വെറുതെ കട്ടൻ ചായ ഇട്ടതാണ്. മക്കളും ഈ ചായ അങ്ങനെ കുടിക്കത്തില്ല, ലേശം വെല്ലം കുടിച്ചാലേ ഉള്ളൂ. പാലൊഴിച്ചിട്ടുള്ള ചായ ആണേലും അവരങ്ങനെ കുടിക്കാറില്ല ഒത്തിരി. ഇപ്പം ചായ ആയി വന്നിട്ടുണ്ട്. ഞങ്ങളൊന്ന് പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ദൂരെയൊന്നുമല്ല, നമ്മുടെ ഈ അടുക്ക തന്നെ ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇന്ന് ചേട്ടൻ അവധിയുള്ള ദിവസമല്ലേ. അപ്പം ഞാൻ ലേശം ന്യൂഡിൽസ് ഒന്ന് വേവിച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം വെച്ചിരിക്കുന്നത്. കുട്ടികൾക്കൊക്കെ 4 മണിയാകുമ്പോൾ എന്തായാലും വിശപ്പാകും. നമുക്കങ്ങനെ സ്ഥിരമായിട്ട് ഒരു ശീലം ഉണ്ടായി കഴിഞ്ഞാൽ അവർ ആ സമയമാകുമ്പോൾ കറക്റ്റായിട്ട് ചോദിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്ന് ഒരു വെജിറ്റബിൾ നൂഡിൽസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഞാനിന്ന് വെജിറ്റബിൾ നൂഡിൽസിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഈ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലൂടെ ഒഴിച്ച് വെക്കുവാണ്. നൂഡിൽസ് വേവിക്കുന്ന വെള്ളത്തിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട്. എന്നാലേ ഈ നൂഡിൽസ് തമ്മിലൊക്കെ ഒട്ടാതൊക്കെ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. വെള്ളം തിളച്ച് വരുന്ന സമയം കൊണ്ട് ഞാനൊന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് പെട്ടെന്ന് വരാം. ഈ സമയത്ത് കുട്ടികളൊക്കെ മുറ്റത്ത് വലിയ കളിയാണ്. ദൂരെ എങ്ങും പോകാത്തതുകൊണ്ട് അവർ ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്യുന്നൊന്നുമില്ല. ഇന്നിവിടെ ഭയങ്കര കാറ്റുള്ള ഒരു ദിവസമാണ്. അപ്പം ഞാനാണെങ്കിൽ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് മുടി ചീകാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി വന്നതാണ്. നമ്മൾ പറന്നു പോകുന്ന പോലത്തെ കാറ്റാണ്. ചില ദിവസങ്ങളിൽ ഇങ്ങനെയാണ്, ഇവിടെ നല്ല കാറ്റായിരിക്കും. ഞാൻ വീണ്ടും അടുക്കളയിൽ വന്നിട്ട് അരിച്ചു വെച്ചിരിക്കുന്ന ചായയൊക്കെ ആണെങ്കിൽ എനിക്കും ചേട്ടനും വേണ്ടി ഗ്ലാസ്സിലോട്ട് എടുക്കുവാണ്. ഇത്രയും സമയമായിട്ടും വെള്ളം തിളച്ച് വന്നിട്ടില്ല. ഈ അടുപ്പത്ത് ഇച്ചിരി പാടാണ് വെള്ളം തിളച്ച് തരാൻ, കുറച്ച് താമസിക്കും. മാത്രമല്ല വലിയ പാത്രവും അല്ലേ വെച്ചേക്കുന്നത്, അത്യാവശ്യം വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പം ന്യൂഡിൽസിന് വെള്ളം വെക്കുമ്പോഴേ കുറച്ച് അധികമായിട്ട് വെള്ളം വെക്കണം. ഞാൻ ഈ നൂഡിൽസാണ് ഉപയോഗിക്കുന്നത്. ഏത് നൂഡിൽസ് കൈ കിട്ടുന്നോ അത് ഈ രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ വീറ്റിൻ്റെ ആണ് നൂഡിൽസ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പം ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന 450 ഗ്രാം നൂഡിൽസ് ആണ്. ഇത് മൊത്തം ഞാനിപ്പോൾ വേവിച്ചെടുത്തിട്ട് ഉപയോഗിക്കുന്നില്ല. നമുക്കിങ്ങനെ വേവിച്ചിട്ട് ഇത് ഫ്രിഡ്ജ് സൂക്ഷിക്കാവുന്നതാണ്. ആവശ്യമുള്ളപ്പോൾ എടുത്തിട്ട് ഉണ്ടാക്കിയാൽ മതി. ഇങ്ങനെ വേവിച്ച് ഫ്രിഡ്ജ് വെക്കുവാണെങ്കിൽ എളുപ്പമുണ്ട്. ഒരുപാട് ദിവസത്തേക്കൊന്നും വെക്കരുത്. 1, 2, 3 ദിവസത്തേക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഈ നൂഡിൽസ് ആയി വരാൻ 3 മിനിറ്റ് എടുക്കത്തുള്ളൂ. അപ്പം നിങ്ങളത് നോക്കണം, ഒരുപാട് അങ്ങ് ഞെക്ക് കൊള്ളുന്ന പോലെ ആവരുത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നൂഡിൽസ് പിന്നെ നമ്മൾ ഉണ്ടാക്കി വരുമ്പോഴത്തേക്ക് ആകെ അങ്ങ് അളിഞ്ഞ് പുളിഞ്ഞു പോകും. അങ്ങനെ ആവല്ല. ഒരു 80-85% ഒക്കെ ഒരു വേവാകുന്ന പരുവമുണ്ടല്ലോ, ആ പരുവത്തിൽ നമ്മൾ വെള്ളത്തിൽ നിന്ന് കോരിയെടുക്കണം. ഞാനിത് കോരിയിട്ട് നേരെ തണുത്ത വെള്ളത്തിലേക്കാണ് ഇട്ടത്. ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ എടുത്തിരിക്കുന്ന വെള്ളമാണ്, ഞാനിത് ആ വെള്ളത്തിലേക്കാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇതുപോലെ അത് വെള്ളം വാർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ശരിക്കും ഇതിലെ വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സമയത്തേക്ക് വെക്കുവാണ്. ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാവേ. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഇത് അടച്ചു വെച്ചതിന് ശേഷം ഒന്ന് പുറത്തൊക്കെ പോയിട്ട് വന്നിട്ട് ബാക്കി നമുക്ക് കുക്ക് ചെയ്യാം.
അപ്പൊ ഞങ്ങൾ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് വീടൊക്കെ ഒന്ന് പൂട്ടി ഇറങ്ങിയിട്ടുണ്ട്. ദൂരെ എങ്ങുമല്ല, ഇവിടെ തൊട്ടപ്പുറത്ത് ഒരു ബീച്ചുണ്ട്, അവിടെയാണ് പോകുന്നത്. ഞങ്ങൾ മിക്കവാറും പോവാറുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ബീച്ചാണ്. നമുക്ക് എത്ര പ്രാവശ്യം പോയാലും അവിടെ പോയാൽ ബോറടിക്കത്തില്ല. കാരണം ഇന്ന് കാണുന്ന രീതിയിലല്ല നാളെ ചെല്ലുമ്പോൾ ബീച്ച് കിടക്കുന്നത്. നേരത്തെ വ്ളോഗിലൊക്കെ ഞങ്ങൾ പഴയ സ്ഥലത്തായിരുന്നപ്പം ബീച്ചിൽ പോകുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ ആണെങ്കിൽ നമ്മൾ താമസിക്കുന്ന കോമ്പൗണ്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടാണ് ബീച്ചിൽ പോകേണ്ടത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, നമ്മുടെ ഹോട്ടലിന്റെ കോമ്പൗണ്ടിൽ നിന്ന് നേരെ ഇറങ്ങുന്നത് ബീച്ചിലേക്കാണ്. അതുകൊണ്ട് നമ്മൾ വീട്ടിലിരുന്ന ഡ്രസ്സൊക്കെ ഇട്ടാണെങ്കിലും ബീച്ചിലേക്കൊക്കെ പോകാം. പ്രത്യേകിച്ച് അതിനുവേണ്ടി ഒരുങ്ങി ഒന്നും പോകേണ്ട കാര്യമില്ല. ഭയങ്കര കാറ്റാണ്. ഉണ്ണിയെ ഭയങ്കരമായിട്ട് വിറയ്ക്കുന്ന പോലൊക്കെ അവൻ കാണിച്ചിട്ട് ചേട്ടൻ അവനെ എടുത്ത് പിടിച്ചിരിക്കുകയാണ്. ബീച്ചിന്റെ അടുക്കലേക്ക് നമ്മൾ നടന്ന് ചെല്ലും തോറും കാറ്റ് ഇങ്ങനെ ഭയങ്കരമായിട്ട് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യാൻ തുടങ്ങി. വീടിന്റെ അവിടെ നിൽക്കുമ്പം ഇത്രയും കാറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. നല്ല കാറ്റുണ്ടായിരുന്നു, എന്നാൽ പോലും ഇത്രയ്ക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നില്ലായിരുന്നു. കടലിന്റെ അടുക്കലോട്ട് ചെല്ലും തോറും ഭയങ്കരമായിട്ടും കാറ്റ് വരുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ഇനി ബീച്ചിലേക്ക് ഇറങ്ങണ്ട, കാരണം ഈ പിള്ളേർക്കൊക്കെ ഈ കാറ്റടിച്ചു കഴിഞ്ഞാൽ തൊണ്ടവേദനയൊക്കെ ഉണ്ടാവാൻ നല്ല സാധ്യതയുണ്ട്. അല്ല പനിയായി പോയാൽ ഈ ഒരു സമയത്ത് പനിയൊക്കെ വന്നാൽ വലിയ പാടാണ്. അതുകൊണ്ട് ബീച്ചിലേക്ക് ഇറങ്ങേണ്ട, കോമ്പൗണ്ടിലൊക്കെ ഒന്ന് കുറച്ചു നേരം നിന്നിട്ട് അങ്ങ് തിരിച്ചു പോകാന്ന് വിചാരിച്ചു. കുറച്ചു നേരം അതുവഴിയൊക്കെ ഒന്ന് കറങ്ങി അടിച്ചതിന് ശേഷം ഞങ്ങൾ ഇങ്ങ് തിരിച്ചു പോയിരുന്നു വീട്ടിലേക്ക്. പിള്ളേർക്ക് ഇത്രയൊക്കെ മതി, അവർക്ക് ഭയങ്കര സന്തോഷമാണ്. ഒന്നാമത് പപ്പ ഉള്ള ദിവസമല്ലേ, ചേട്ടൻ മിക്കവാറും ദിവസങ്ങളിൽ ലേറ്റ് ആയിട്ടായിരിക്കും വരുന്നത്. എന്നാലും ഞങ്ങൾ നേരത്തെ വരുന്ന ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ ബീച്ചിലൊക്കെ വെറുതെ ഒക്കെ പോകും കേട്ടോ. തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഇതേ നമ്മുടെ സ്റ്റാർ ഒക്കെ പൊട്ടി താഴെ വന്നിട്ടുണ്ട്. ഇത് ഇവിടുന്ന് നിരങ്ങി അങ്ങ് ആ കോവലിന്റെ അവിടെ വരെ പോയി, അവിടുന്നാണ് കിട്ടിയത്. അതിന്റെ 2 കാലും അങ്ങ് പോയിട്ടുണ്ട് കേട്ടോ. ഉപയോഗിക്കാൻ ഇനി പറ്റാത്ത പരുവത്തിലായി പോയി. ഇവിടെ എങ്ങ് സ്റ്റാർ കിട്ടാഞ്ഞിട്ട് ഞങ്ങൾ മസ്കറ്റിൽ നിന്ന് ചേട്ടൻ പോയപ്പോൾ വാങ്ങിച്ചാന്നൊക്കെ ഞാൻ കഴിഞ്ഞ വ്ളോഗ് നിങ്ങളോട് പറഞ്ഞാണ്. എന്തായാലും ഇത് ഊരാനായിട്ട് ഇരിക്കുമായിരുന്നു. ആ സമയത്താണ് ഇങ്ങനെ ഈ കാറ്റ് അതുപോലത്തേതല്ലേ, അത് പൊട്ടി താഴെ പോയിരുന്നു. അപ്പൊ എന്ത് ചെയ്യാനാ, ഇനി ഇത് മാറ്റി വെക്കാം. ഇപ്പൊ ഞാൻ പുതിയൊരു ഫോൺ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചാനലിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചൊരു ഫോണാണ്, അത് കാണിക്കാവേ. നമ്മളിപ്പം ചാനലിലെ വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്യുന്നത് ക്യാമറയിലാണ്. പിന്നെ പുറത്തൊക്കെ പോകുന്ന സമയങ്ങളിൽ ക്യാമറ അങ്ങനെ കൊണ്ടുപോകാറില്ല. ക്യാനോണിന്റെ ക്യാമറയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഫോണിലൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് ഞാൻ ചേട്ടന്റെ ഫോണാണ് പുറത്തൊക്കെ പോകുമ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ റെഡ്മിയുടെ ഒരു ഫോൺ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ അത് പേഴ്സണൽ നമ്പറൊക്കെ അതിലാണ് ഉപയോഗിക്കുന്നത്. ചേട്ടനും അതുപോലെ പേഴ്സണൽ നമ്പർ ഉപയോഗിക്കുന്നതിലാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു കോള് വരുമോ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റാതെ പോവും. ചേട്ടന് ഓഫീസിലെ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ആരെങ്കിലും ഒക്കെ വിളിക്കുമല്ലോ. അപ്പോൾ ആ സമയത്ത് പല കാര്യങ്ങളും നമുക്ക് മിസ്സായി പോവാറുണ്ട്. ചാനലിലെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്നത് ലാപ്ടോപ്പിലാണ്. അപ്പോൾ ചാനലിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഷൂട്ട് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾ ചാനലിലൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഫോണിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു പുതിയ ഫോൺ വാങ്ങിച്ചതാണ്. റെഡ്മിയുടെ നോട്ട് 9S ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ഈ വ്ളോഗ് തൊട്ട് നമ്മൾ ഇനി വീഡിയോസൊക്കെ ആണെങ്കിൽ ഫോണിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട്. റെസിപ്പിയൊക്കെ പഴയ പോലെ തന്നെ ക്യാമറയിൽ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്. ഉണ്ണി അതിൻ്റെ ഇടയ്ക്ക് പുതിയ ഫോൺ കണ്ടപ്പോഴത്തേക്ക് വന്ന് അതെല്ലാം പിടിച്ചു വലിക്കുവാണ്. അപ്പൊ ഈ ഫോണിന്റെ കാര്യവും കൂടെ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്തതേ ഉള്ളൂ. നമ്മുടെ ചാനലിന് വേണ്ടി വാങ്ങിച്ചതായോണ്ട് നിങ്ങളോടും കൂടെ പറഞ്ഞാണ്. അപ്പൊ ഇനി നമുക്ക് വീണ്ടും കുക്കിങ്ങിലോട്ട് തന്നെ പോവാം. അപ്പൊ ഈ നല്ല തണുപ്പത്തുനിന്നൊക്കെ കയറി വന്നതല്ലേ, എല്ലാവർക്കും ഒരു ചായയൊക്കെ വേണമെന്നുണ്ട്. അങ്ങനെ ചേട്ടൻ അങ്ങനെ ചായ വേണമെന്ന് അങ്ങനെ ചോദിക്കും. അങ്ങനെ നിർബന്ധങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ മുമ്പത്തെ ആ ചായയുടെ മിച്ചം ഇരിപ്പുണ്ടായിരുന്നു.
ഞാൻ പോയിട്ട് വന്നിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കാമെന്ന് കരുതി ഇച്ചിരി കൂടുതലാണ് 4 മണിക്കേ വെച്ചിരുന്നത്. അപ്പോൾ അതൊന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് പാലും കൂടെ ഒഴിച്ചിട്ടുണ്ട്. പാൽ ഒഴിച്ച് വന്നപ്പോൾ ഇച്ചിരി കടുപ്പം കുറവാന്ന് തോന്നിയോണ്ട് ലേശം ചായപ്പൊടിയും കൂടെ ഇട്ട് ചായ ഇപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ വെജിറ്റബിൾ നൂഡിൽസിന്റെ റെസിപ്പിയിലോട്ട് പോവാണ്. ഇപ്പം ഞാനിവിടെ ഇപ്പം വെജിറ്റബിൾസ് ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് ഫുള്ളൊന്നും അരിയുന്നത് കാണിക്കാത്തത് നമ്മുടെ വീഡിയോ ഒരുപാട് അങ്ങ് ലെങ്ത് ആയി പോവും. നിങ്ങൾക്കാണേലും അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഞാൻ ഒരെണ്ണം ഒന്ന് അരിയുന്നത് കാണിച്ചു തരുന്നുണ്ട്. ഇതുപോലെ കനം കുറച്ച് നീളത്തിൽ വേണം എല്ലാം അരിഞ്ഞെടുക്കാനായിട്ട്, എല്ലാ വെജിറ്റബിൾസും. ഇതിന് ജൂലിയൻ കട്ട്സ് എന്നാണ് പറയുന്നത്. ഈ രീതി വേണം എല്ലാം അരിഞ്ഞെടുക്കാനും. ഇപ്പം ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ക്യാരറ്റ് ഉണ്ട്, ക്യാപ്സിക്കം ഉണ്ട്, ക്യാബേജ്, സവോള, ഇത്രയുമാണ് എടുത്തിരിക്കുന്നത്. ക്യാപ്സിക്കം എനിക്ക് മഞ്ഞയും ചുമലയും മാത്രമേ കിട്ടിയിട്ടുള്ളൂ. സാധാരണ എല്ലാവർക്കും പച്ച കളറാണ് കിട്ടുന്നത്. ഈ മഞ്ഞയും ചുവപ്പും കിട്ടാനാണ് പാട്. പക്ഷെ എനിക്കിവിടെ പച്ച കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട്. ബീൻസ് ഇടുന്നത് മണിക്കുട്ടിക്ക് ഇഷ്ടമല്ല, ഇടണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ പച്ച ക്യാപ്സിക്കം ഇല്ലാത്തതുകൊണ്ട് ഒരു പച്ച കളറിന് വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി ബീൻസ് എടുത്തു എന്നേ ഉള്ളൂ. പിന്നെ എൻ്റെ കയ്യിൽ സ്പ്രിംഗ് ഒനിയനും ഇല്ല. നിങ്ങളുടെ ഉള്ള വെജിറ്റബിൾസ് ഏതൊക്കെയാണോ അതൊക്കെ എടുക്കുക. ഇപ്പോൾ ഈ ക്യാപ്സിക്കം എല്ലാം 3 കളറും വേണമെന്നൊന്നുമില്ല. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഉള്ളതൊക്കെ എടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് ലേശം വെളുത്തുള്ളിയും കൂടെ അരിയുന്നുണ്ട്. വെളുത്തുള്ളി ഇട്ട് ഉണ്ടാക്കുന്നതാണ് നല്ലത്, അത് തന്നെയാണ് രുചി. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ വെളുത്തുള്ളി ഉപയോഗിക്കാത്തവരൊക്കെ കാണും. അങ്ങനെയുള്ളവരാണെങ്കിൽ അത് ഒഴിവാക്കുക. വെളുത്തുള്ളി നന്നായിട്ട് കുനുകുനാന്ന് അരിഞ്ഞെടുക്കണേ. ഇതിൻ്റെ ഇടയ്ക്ക് 2 പേരും ഓരോ കവിള് ചായയൊക്കെ കുടിച്ചിട്ട് പോയിട്ടുണ്ട്. ഇങ്ങനെ ഗ്ലാസ്സിലൊന്നും അങ്ങനെയൊന്നും കുടിക്കത്തില്ല. നമ്മൾ കുടിക്കുന്ന കൂട്ടത്തിൽ ചിലപ്പോൾ ഒരു കവിള് വല്ലതും ഒന്ന് കുടിച്ചാൽ അത്രേ ഉള്ളൂ. അതുകൊണ്ട് അവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകമായിട്ട് ചായ ഒന്നും അങ്ങനെ എടുത്തു വെക്കാറൊന്നുമില്ല. അപ്പം ന്യൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അതിനു മുമ്പേ കുറച്ച് പാത്രമൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വെജിറ്റബിൾ നൂഡിൽസ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാൻ വെച്ച് 4-5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചെറിയ സവോളയാണ്. 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ബീൻസും ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടുതൽ വേവുള്ളതാണ് ആദ്യം ചേർക്കേണ്ടത്. ഇത് വഴറ്റുന്ന സമയത്തൊക്കെ ഹൈ ഫ്ലെയിമിൽ വേണം ഫ്ലെയിം വെക്കാനായിട്ട്. ഇപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പിടി ക്യാബേജ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചാലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം അങ്ങ് വെന്തോടെയും. അങ്ങനല്ല വേണ്ടത്. ഈ പച്ചക്കറിയൊക്കെ കഴിക്കുമ്പോൾ ഒരു കരുകരുപ്പ് വേണം. ആ ഒരു രീതിക്ക് വേണം, ഒരു ഫ്രൈ ആവുകയേ ചെയ്യാവൂ. അതുകൊണ്ടാണ് ഈ ഹൈ ഫ്ലെയിമിൽ വെക്കണമെന്ന് പറയുന്നത്. ഇതിലേക്ക് ക്യാപ്സിക്കവും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് അങ്ങ് വേവല്ല. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഉപ്പ് ചേർക്കണ്ട, കാരണം ഇതിലേക്ക് ഇനി സോയാ സോസ് ചേർക്കുന്നുണ്ട്. പിന്നെ നൂഡിൽസ് വേവിച്ചപ്പോഴും ഉപ്പ് ചേർത്തിട്ടുണ്ട്. അത് കുറച്ച് വെള്ളത്തിലൊക്കെ ഇട്ടപ്പം കുറച്ചൊക്കെ പോയിട്ടുണ്ട്. എന്നാലും ഏറ്റവും അവസാനം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഉപ്പ് ഈ സമയത്ത് ചേർക്കരുത്. എന്നിട്ട് ഒന്നുകൂടെ നമുക്ക് ഇതൊന്ന് ഫ്രൈ ആവുന്ന പോലെ ഒന്ന് ആക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് കുരുമുളക് പൊടിയാണ്. ഞാനിവിടെ ബ്ലാക്ക് പെപ്പറാണ് ചേർക്കുന്നത്. വൈറ്റ് പെപ്പറും കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അത് കയ്യിലുള്ളവർക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഒന്നും ഫ്ലെയിം കുറച്ച് വെക്കരുത്. ഇനി ഇതിലേക്ക് സോയാ സോസ് ചേർത്ത് കൊടുക്കുവാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഡാർക്ക് സോയ ആണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഉപയോഗിച്ചാൽ മതി. മാക്സിമം 1.25 ടേബിൾ സ്പൂൺ വരെ. ഇനി ലൈറ്റ് സോയ ആണെങ്കിൽ 2, 2.25, 2.5 വരെ ഉപയോഗിക്കാവുന്നതാണ്.
ഒരുമിച്ച് ഒഴിച്ച് കൊടുക്കരുത്. ഇച്ചിരി കുറവാണെങ്കിൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം. കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നൂഡിൽസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വീറ്റിന്റെ നൂഡിൽസ് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഈ കളറിലുള്ളത് കിട്ടിയേക്കുന്നത്. അല്ലെങ്കിൽ മൈദ കൊണ്ടുള്ളതാണെങ്കിൽ നല്ല വെള്ള കളറിലെ നൂഡിൽസ് ആയിരിക്കും. അതാണ് കാണാൻ കുറച്ചുകൂടെ നല്ലത്. ആരോഗ്യം വെച്ച് നോക്കുവാണെങ്കിൽ നമ്മൾ ഈ ഗോതമ്പിന്റെ കഴിക്കുന്നതാണ് നല്ലത്. പക്ഷെ ഞാൻ അങ്ങനൊന്നും ആരോഗ്യം വെച്ച് അങ്ങനൊന്നും എടുത്തതല്ല. എനിക്ക് കിട്ടിയ നൂഡിൽസ് ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നൂടെയാണ് ഇപ്പം ഇതിനകത്ത് കാണുന്നത്. ഈ ഒരു രീതിക്കാണ് നമ്മൾ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നത്. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നിങ്ങളൊരു തവി ഉപയോഗിച്ച് വെറുതെ ഇങ്ങനെ അങ്ങ് കുത്തി മറിക്കരുത്. അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നൂഡിൽസ് വല്ലാതെ കുഴഞ്ഞു പോകും. നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ ഒരു പ്ലക്കർ ഉണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെ തിരിച്ചു മറിച്ചു ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ 2 സ്പൂൺ ഉപയോഗിക്കണം. എന്നിട്ട് 2 സൈഡിൽ നിന്നും അതൊന്ന് ആ രീതിക്ക് ഒന്ന് ഇതുപോലൊക്കെ ഒന്ന് ചെയ്തെടുത്താൽ മതി. ഇപ്പൊ ഈ നൂഡിൽസ് കറക്റ്റായിട്ട് ആ പാകത്തിനെ വെന്തിട്ടുള്ളൂ. അതുകൊണ്ട് എങ്ങനെയൊക്കെ തിരിച്ചും മറിച്ചു വിട്ടെന്ന് പറഞ്ഞാൽ ഇത് വെന്ത് കുഴയത്തില്ല. അപ്പൊ ഈ സമയത്ത് നിങ്ങൾ കുരുമുളകും ഉപ്പും ഒക്കെ പാകമാണോ എന്ന് നോക്കണം. ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് കുരുമുളകൊക്കെ ചേർക്കേണ്ടത്. ഞാനിവിടെ നൂഡിൽസ് ഇപ്പം 300 ഗ്രാം നൂഡിൽസേ നമ്മൾ വേവിച്ചതിൽ നിന്ന് എടുത്തിട്ടുള്ളൂ. ഈ സമയത്തെല്ലാം നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെക്കേണ്ടത്. പിന്നെ ഞാൻ ഇങ്ങനത്തെ പാനൊന്നും ഒരിക്കലും ഞാൻ കിച്ചണിൽ ഉപയോഗിക്കാറില്ല. അതായത് നമ്മുടെ ചാനലിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. പക്ഷെ നല്ല ചൂടുകട്ടിയുള്ള പാത്രത്തിൽ ചെയ്താൽ മാത്രമാണ് നൂഡിൽസ് നല്ല രീതിയിൽ കിട്ടുന്നത്. അപ്പം എൻ്റെ കയ്യിലുള്ള നോൺ സ്റ്റിക്കിൻ്റെ പാത്രമൊക്കെ ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുള്ളത്. അതൊന്നും അത്ര പറ്റത്തില്ല. പിന്നെ ഒരു പാൻ ഉള്ളതിൻ്റെ അകത്ത് ഇത്രയും ക്വാണ്ടിറ്റി കൊള്ളത്തുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു പൊട്ട പാത്രം എടുത്തേക്കുന്നത് കേട്ടോ. പക്ഷേ ഇത് നല്ല പാത്രമാണ്. നമുക്ക് കാണാൻ അത്ര ഭംഗിയൊന്നുമില്ല. ഈ പാത്രം പോയി. പക്ഷെ ഉപയോഗിച്ചാൽ നമുക്ക് നല്ലതായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. പച്ച കളറിലെ ക്യാപ്സിക്കം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ ഒരു കളർഫുൾ ആയേനെ. ഇപ്പൊ ഇതായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്യാം. ഈ സമയത്ത് നിങ്ങളുടെ കയ്യിൽ സ്പ്രിംഗ് ഓനിയൻ ഉണ്ടെങ്കിൽ അതും കൂടെ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. സാധാരണ നമ്മുടെ റെസിപ്പി വീഡിയോകളിൽ ഇവിടെ വരെ നമ്മൾ ഷൂട്ട് ചെയ്യാറുള്ളൂ. ടേസ്റ്റ് ചെയ്യുന്നതോ അങ്ങനെ ഒന്നും കാണിക്കാറില്ല. അപ്പൊ ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ നടക്കുന്നതെന്നൂടെ അറിയണ്ടേ. ഉണ്ണിക്കുട്ടന് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തേക്കുവാണ്. അവൻ ഇതിനു മുമ്പ് 2-3 പ്രാവശ്യം ടേസ്റ്റ് ചെയ്തിട്ട് പോയതാണ്. അപ്പൊ ഞാൻ വീഡിയോയ്ക്ക് കൂടെ വേണ്ടിയിട്ട് അവനെ ഒന്ന് വിളിച്ചതാണ്. മണിക്കുട്ടിക്കും എടുത്തു കൊടുത്തിട്ടുണ്ട്. ഇവർക്കൊക്കെ നൂഡിൽസ് ഇഷ്ടമാണ്. പിന്നെ നിങ്ങൾ ഈ ടൈപ്പിലെ നൂഡിൽസ് തന്നെ വാങ്ങിക്കണമെന്നില്ല കേട്ടോ. നമ്മളിപ്പോൾ നാട്ടിലൊക്കെ കിട്ടുന്ന ഇപി ആണെങ്കിലും മാഗി ആണെങ്കിലും അതിലെ ടേസ്റ്റ് മേക്കർ മാറ്റിയിട്ടും ഈ രീതിയിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ചേട്ടനുമൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ സാധാരണ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് വലിയ പുതുമയൊന്നുമില്ല ഇവിടെ ഇതിൽ. ഉണ്ണിയൊക്കെ ആണെങ്കിലും നൂഡിൽസ് ഒക്കെയാണ് കഴിക്കുന്നത്. അങ്ങനെ ചോറൊന്നും അധികം അങ്ങനെ കഴിക്കാറില്ല. അപ്പോൾ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങളും ഈ രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവരും ഉണ്ടാക്കുന്നവരായിരിക്കും. എന്നാലും ഇനി ആർക്കെങ്കിലും അറിയത്തില്ലെങ്കിൽ ഞാൻ ഈ രീതി ഷെയർ ചെയ്തതാണ്. അപ്പോൾ എല്ലാവരും കഴിച്ചൊക്കെ കഴിഞ്ഞു. കഴിച്ച പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. ഇനി വൈകിട്ടത്തേക്കുള്ള ഫുഡിന്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. ചേട്ടന് ശനിയാഴ്ച അവധിയാണ്. അതുകൊണ്ട് ഇച്ചിരി ലേറ്റ് ആയിട്ടേ കിടക്കുകയുള്ളൂ. ഫുഡൊക്കെ കുറച്ച് നേരം താമസിച്ചൊക്കെ മതി. സാധാരണ പോലെ 9 മണിക്കും 10 മണിക്കും ഒന്നും ഫുഡ് ആവണ്ട. അപ്പം അതിന്റെ പരിപാടികളിലോട്ട് കടക്കാൻ പോവാണ്. അപ്പൊ ഇന്നത്തെ വ്ലോഗ് ഇത്രേ ഉള്ളൂ. ഒരു ചെറിയൊരു ഈവനിങ് ഞങ്ങൾ എങ്ങനെയാണ് ഒരു അവധി ദിവസങ്ങളിൽ ചെലവഴിക്കുന്നതെന്നാണ് നിങ്ങളോട് ഷെയർ ചെയ്തത്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് കൂടെ പറയണം. അപ്പോൾ അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. പിന്നെ ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്